ആ ഭീതിയിലായിരുന്നു. അതുപോലെ ഓൾറെഡി NH പറഞ്ഞിട്ടുണ്ടായിരുന്നു, വഴിപണിയുടെ ഭാഗമായിട്ട് അവിടെ ഇടിച്ചു. പക്ഷേ ഇടിച്ചപ്പോൾ അത് പശയൊന്നും ഇല്ലാത്ത മണ്ണായ കാരണമാണെന്ന് തോന്നുന്നു, അത് ഇടിഞ്ഞു പോന്നു. അവിടെ ഒരു വിള്ളൽ വന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി വിള്ളലുണ്ടായിരുന്നു, നല്ല വിള്ളലുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. മിനിങ്ങാന്നൊക്കെ മണ്ണിടിഞ്ഞ് ചാടിയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു NH. നൈറ്റൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു. മഴ മൂലമുണ്ടായ ഒരു അപകടമല്ല, പക്ഷേ ഒരു വലിയൊരു ലാൻഡ് സ്ലൈഡാണ്. അത് ഒരു കുന്നിൻ്റെ ഒരു ഭാഗം. അത് തന്നെ, റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു അശാസ്ത്രീയതയാണ്. കാരണം ഇതിനെക്കുറിച്ചൊക്കെ ഇവിടുത്തെ ഈ മണ്ണിൻ്റെ ഘടനയെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല. ഇപ്പം തൊട്ട് കഴിഞ്ഞാലും ഊർന്നൊക്കെ പോരുന്ന ഒരു ടൈപ്പ് മണ്ണല്ലേ. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത് ഞങ്ങൾ ഈ ഇടിഞ്ഞു പോന്നേക്കുന്നതിൻ്റെ വീഡിയോ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരരുത്, ഇവിടുന്ന് മാറണം, ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയൊരു ലാൻഡ് സ്ലൈഡ് തന്നെ ഉണ്ട്. അപ്പം തന്നെ നല്ലൊരു മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇത് വലിയൊരു ലാൻഡ് സ്ലൈഡാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രേഖകൾ ഫുഡ് കഴിക്കാൻ പോരുക, ഞാൻ 2 പ്രാവശ്യം കോൾ ചെയ്തായിരുന്നു. ഫുഡ് കഴിക്കാൻ പോരുക, അത് കഴിഞ്ഞ് വന്നേക്കാന്നാണ് പറഞ്ഞത്. നമ്മളും പ്രതീക്ഷിക്കുന്നില്ല. ഇന്നലെ നൈറ്റ് ചിരിച്ചോണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നതുകൊണ്ട് അവർ തിരിച്ചു വരും, ഒന്നും പറ്റത്തില്ല. കാരണം അവിടെ മണ്ണിടിഞ്ഞ് ഇവിടെ ഒന്നും പറ്റത്തില്ലെന്നൊരു ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളും ഇരുന്നത്. ബിജുവിൻ്റെ അനിയൻ്റെ ഭാര്യയാണ് പ്രതികരിച്ചിരുന്നത്. അതായത് അവരുടെ വീട്ടിലായിരുന്നു, തൊട്ടപ്പുറയാണ് അവരുടെ വീട്, അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം വൈകിട്ടോടുകൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ബിജുവും ഭാര്യയും ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴാണ് ഈ മണ്ണിടിച്ചിലുണ്ടാകുന്നത്. നമ്മൾ ആദ്യമേ മുതൽ തന്നെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ അപകടത്തിൻ്റെ ഒരു തീവ്രത അത് ഭീകരമാണ്. ഈ അപകടത്തിൻ്റെ ഒരു ഭീകരത അത് തീവ്രമാണ്. കാരണം ഈ വീട് പൂർണ്ണമായിട്ട് ഇത് കൂടാതെ വേറെയും 6 വീടുകൾ ഈ മണ്ണിനടിയിലുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതും ആശങ്കപ്പെടുന്നതുമായിട്ടുള്ള കാര്യം. ഈ ബിജുവിൻ്റെ അനിയൻ്റെ ഭാര്യ അവർ പറഞ്ഞ പോലെ തന്നെ ഇത് ഇടിയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ഈ വീട്ടിൽ അവർ വരുമ്പോഴും അല്ലെങ്കിൽ ഇന്നലെ ഇവിടെ നിന്ന് ഇവരെ 25ഓളം കുടുംബങ്ങളെ ഇവിടെ നിന്ന് നോട്ടീസ് നൽകി മാറ്റുമ്പോഴും ഇവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു മണ്ണിടിച്ചിലുണ്ടാകും. അങ്ങനെ മണ്ണിടിഞ്ഞാൽ തന്നെ ഈ വീട് നിൽക്കുന്ന സ്ഥലത്തേക്ക് വരെ മണ്ണ് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല. ആ റോഡിൽ തന്നെ തങ്ങി നിൽക്കും, ആ റിട്ടേണിംഗ് വാളിൽ തങ്ങി നിൽക്കും, അവിടെ വരെ വീഴാനുള്ള മണ്ണേ ഇടിയുകയുള്ളൂ എന്നൊരു ധാരണ അവർക്കുണ്ടായിപ്പോയി. പക്ഷേ ആ ധാരണ തെറ്റായിരുന്നു എന്നുള്ളതാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യം. കാരണം ഈ മണ്ണ് ഇടിഞ്ഞു വന്നിരിക്കുന്നതിൻ്റെ അളവ് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയില്ല. ഈ പ്രദേശത്തെ വീടുകളെയൊക്കെ പൂർണ്ണമായിട്ടും മൂടുന്ന വിധത്തിൽ ഇത്രത്തോളം മണ്ണ് എത്തണമെങ്കിൽ അതിൻ്റെ ഇടിച്ചിലിൻ്റെ തീവ്രത അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും വലിയ തരത്തിലുള്ള ആശങ്ക, വലിയ തരത്തിലുള്ള ഒരു ഭീതി ഇപ്പോഴും ഇവിടുത്തെ ആളുകൾക്ക് തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അലനെ, ഇവിടെ ഈ ബാക്കി മറ്റു പ്രദേശങ്ങളിൽ ഏതെങ്കിലും ആളുകളോട് മാറുന്നതിനെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? ഈ റോഡ് സൈഡിൽ മറ്റു വീടുകളുണ്ടല്ലോ. നിലവിൽ അങ്ങനെ നിർദ്ദേശമായിട്ട് നൽകിയിട്ടില്ല. പക്ഷേ ഇതിന് തൊട്ടപ്പുറമുള്ള മേഖലകളിലും ഈ മണ്ണിടിച്ചിൽ ഭീഷണിയായിട്ട് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് റവന്യൂ സംഘം വന്ന് പരിശോധന നടത്തുന്നുണ്ട്. റവന്യൂ സംഘം പരിശോധന നടത്തിയതിനു ശേഷം റവന്യൂ സംഘം നേരിട്ട് റിപ്പോർട്ട് കൊടുക്കും. അതനുസരിച്ച് ആളുകളെ മാറ്റുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇവിടെ ആ മണ്ണിടിയുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ മണ്ണിടിയുന്നതിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ അവരുടെ കയ്യിലുണ്ട്. മണ്ണിടിഞ്ഞ് വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണോ നിങ്ങളുടെ? വിള്ളലുണ്ടായതിൻ്റെ ദൃശ്യങ്ങൾ. ഓക്കെ, വിള്ളലുണ്ടായതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയങ്ങളിലൊക്കെ അവർ കൃത്യമായിട്ടും പ്രതീക്ഷിക്കാതെ ഇരുന്നൊരു കാര്യമാണ്. കാരണം ഈ മണ്ണിടിച്ചിലിൻ്റെ വിള്ളൽ ആണെങ്കിൽ പോലും ഇത് ഇത്രയും വലിയൊരു മണ്ണിടിച്ചിലായി മാറും എന്നുള്ളൊരു ധാരണ ഇവർക്കുണ്ടായിരുന്നില്ല. ഈ രീതിയിലിരുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന അവസ്ഥയിലേക്ക് മാറിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചേട്ടാ, ഈ നാട്ടുകാരനാണോ? ഈ ഇങ്ങനെ ഒരു മണ്ണിടിച്ചിൽ ഇത് റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ അശാസ്ത്രതയാണോ ഇങ്ങനെ? അതെ അതെ, നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു 2 ദിവസം മുമ്പേ പറഞ്ഞിരുന്ന എല്ലാവരും മാറ്റി ഇവിടുന്ന് എല്ലാം പിന്നെ 10-20 വീട്ടുകാരുണ്ട്, എല്ലാവരും മാറ്റി പിന്നെ അടുത്ത ക്യാമ്പിലേക്ക് കൊണ്ടുപോക്കിയതാ. ഈ റോഡ് നിർമ്മാണത്തിന്റെ സമയത്തൊക്കെ വലിയ എതിർപ്പ്, നാട്ടുകാരുടെ പരാതിയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അങ്ങനെ വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഈയിടെ മുതലുണ്ട്, 3-4 ദിവസമായിട്ട് ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഉണ്ടായതാ. അങ്ങനെ തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവരോട് മാറാൻ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനനുസരിച്ച് മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ കാണുന്ന പോലെ തന്നെ ഇവിടെ ഇനി മണ്ണ് മാറ്റിയുള്ള പരിശോധനകളൊന്നും നടത്തേണ്ട സാഹചര്യമില്ല. മറ്റാളുകൾ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഈ മണ്ണ് ഇനിയും ഇടിയാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ പ്രദേശത്തേക്ക് വരുന്ന ആളുകൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരമാവധി സ്ഥലത്തേക്ക് വരാതിരിക്കുക എന്നുള്ള നിർദ്ദേശമാണ് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ മണ്ണിടിയാൻ സാധ്യതയുണ്ട് ഇനിയും എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഈ മണ്ണിൻ്റെ പല തരത്തിലുള്ള
മണ്ണാണ് ഈ ഇടുക്കി ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഈ അടിമാലി മുതൽ മൂന്നാർ വരെ സഞ്ചരിക്കുന്ന സമയങ്ങളിൽ പല രീതിയിലുള്ള തരത്തിലുള്ള മണ്ണുകളാണ് കാണാൻ കഴിയുക. കട്ടി കൂടിയ മണ്ണുണ്ട്, കട്ടി കുറഞ്ഞ മണ്ണുണ്ട്, പാറയോട് കൂടിയ മണ്ണുണ്ട്. കട്ടി കുറഞ്ഞ മണ്ണും ലൂസ് മണ്ണും അതുപോലെ തന്നെ ഈ പാറയോട് ചേർന്ന മട്ടി മണ്ണ് എന്ന് പറയും. ആ പ്രദേശങ്ങളിലാണ് ഈ മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലുള്ളത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മണ്ണെടുക്കേണ്ട അല്ലെങ്കിൽ മണ്ണ് എങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ഉള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിൽ നിയമമായിട്ട് ലിഖിത നിയമമായിട്ടൊന്നും ഇല്ല എങ്കിൽ പോലും ഒരു സാമാന്യ ബോധത്തിൽ ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്ന അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്കൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന, ഈ മലയോര മേഖലയിൽ നിർമ്മാണം നടത്തുന്ന ആളുകൾക്ക് അറിയേണ്ടതായിട്ടുള്ള ചില വ്യവസ്ഥകളുണ്ട് അല്ലെങ്കിൽ ചില ബോധങ്ങളുണ്ട്. അതൊന്നും പാലിക്കാതെയാണ് ഈ മണ്ണെടുപ്പ് നടത്തിയിരുന്നത്. അതിപ്പോൾ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ പോയി എന്ന് പറയുന്നത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ചേട്ടാ, ഇനി അതിന്റെ മുകളിൽ ഇനിയും വിണ്ടിരിപ്പുണ്ടോ? ഇവിടുന്ന് അങ്ങോട്ട് വിണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് അതും പോരാൻ സാധ്യതയുണ്ട്. ആശങ്കയുണ്ടോ? പിന്നെ ഇല്ലാണ്ട ഒന്നിലേക്ക് വഴി പെട്ടെന്ന് തീർക്കുക. ഇനിയും ഇതിലും വലിയ അപകടങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ വഴി പെട്ടെന്ന് തീർക്കുക, ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഫില്ലിംഗ് സൈഡ് റിട്ടേണിംഗ് വാള് നിർമ്മിച്ചാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കട്ടിംഗ് സൈഡും റിട്ടേണിംഗ് വാളും സൈഡ് എടുക്കുമ്പോൾ ശാസ്ത്രീയമായിട്ട് കട്ടിംഗ് സൈഡ് എടുക്കാൻ ശ്രമിക്കുക. കടും തൂക്കനെ അരിയരുത്, അതേ പറയാനുള്ളൂ. ഈ റിട്ടേണിംഗ് വാളൊക്കെ നിർമ്മിക്കണമെന്നുള്ള ആവശ്യം നിങ്ങൾ നാട്ടുകാർ മുന്നോട്ട് വെച്ചിരുന്നല്ലേ? അത് ഞാൻ എന്തായാലും ഈ മണ്ണെടുക്കുന്ന സ്ഥലത്ത് റിട്ടേണിംഗ് വാൾ ഉൾപ്പെടെ നിർമ്മിക്കണമെന്നുള്ളത് നിരന്തരം നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നതാണ്. കാരണം ഏകദേശം ഒരു 8 അടി ഹൈറ്റിൽ അല്ലെങ്കിൽ ഒരു 6 അടി ഹൈറ്റിലുള്ള ഒരു കോൺക്രീറ്റ് പാളികൾ ഈ റോഡിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഈ കട്ടിംഗ് സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നിലവിൽ അങ്ങനെയല്ല. ഈ മണ്ണെടുക്കുന്നത് എത്രത്തോളം ഹൈറ്റിലാണോ അത്രത്തോളം ഹൈറ്റിൽ തന്നെ ഈ റിട്ടേണിംഗ് വാൾ നിർമ്മിക്കണം. എങ്കിൽ മാത്രമേ ഈ മണ്ണിടിയാതിരിക്കുകയുള്ളൂ ചില പ്രദേശങ്ങളിൽ എന്ന് നാട്ടുകാർ കൃത്യമായി പറഞ്ഞിരുന്നു. അങ്ങനെ ആ ആളുകളുടെ ആവശ്യം പരിഗണിച്ചിരുന്നെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ചില പ്രദേശങ്ങളിൽ റിട്ടേണിംഗ് വാൾ കൃത്യമായി പണിതിട്ടുണ്ട്. ആ പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യത അത് 2024 സമയം മുതൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് അവർ ആ സമയത്ത് റിട്ടേണിംഗ് വാൾ കൃത്യമായി പണിയുകയും അവിടുത്തെ മണ്ണിടിച്ചിൽ സാധ്യത ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ഇത്രത്തോളം വീടുകൾ തിങ്ങിപ്പാർക്കുന്ന അല്ലെങ്കിൽ ഇത്രത്തോളം വീടുകൾ തിങ്ങി ഉണ്ടായിരുന്ന അടുത്തടുത്തുണ്ടായിരുന്ന ഒരു പ്രദേശത്ത് പാലിക്കേണ്ട അല്ലെങ്കിൽ കൈക്കൊള്ളേണ്ട സാമാന്യമായിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം അല്ല ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ റിട്ടേണിംഗ് വാൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകില്ല. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഏകദേശം 30 അടിയോളം ഹൈറ്റിൽ ഇവിടെ നിന്ന് മണ്ണെടുത്ത് മാറ്റിയിരുന്നു. ഈ മണ്ണിടിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 60 അടിയിൽ കൂടുതൽ ഹൈറ്റ് ഇപ്പോൾ ആ റോഡിൽ നിന്ന് ആ മണ്ണിടിഞ്ഞ് നിൽക്കുന്ന സ്ഥലത്ത് വരെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ 30 അടി ഹൈറ്റിൽ നിന്നാണ് 60 അടി ഹൈറ്റിലേക്ക് ഉള്ള വലിയ മൺതിട്ടയായി മാറിയത്. അത്രത്തോളം മണ്ണ് താഴേക്ക് പതിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ അതിൻ്റെ പകുതിയിലെങ്കിലും ഒരു റിട്ടേണിംഗ് വാൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും ഇതൊരു വിളിച്ചു വരുത്തി വെച്ച അപകടം, നിർമ്മാണ കമ്പനികൾ ഈ നിർമ്മാണം നടത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായ അശാസ്ത്രീയതയാണ് ഈ അപകടത്തിന് കാരണമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഇനിയും അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി. ഈ മഴക്കാലം തുടങ്ങിയത് മുതൽ ആളുകൾക്കുണ്ടായിരുന്ന ആശങ്ക അത് അങ്ങനെ തന്നെയായിരുന്നു. ഇതൊരു അപകടം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ആളുടെ ജീവൻ പോകുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തിച്ച് നിർത്തരുത്, അതിനു മുമ്പ് തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നതാണ്. അതിന് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടായില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്റ്റീന. രാഹുൽ, അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ സാധാരണ പരമ്പരാഗതമായി ചിന്തിക്കുന്നത് ഈ ഒരു ഏരിയയിൽ അപകടം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന ഇടത്ത് അപകടം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ആ ഭാഗം കുറച്ചുകൂടി സുരക്ഷിതമായി എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ പലതരത്തിലുള്ള മണ്ണിൻ്റെ ഘടന അത് തന്നെ കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെയും എനിക്ക് തോന്നുന്നു അതായിരിക്കാം സംഭവിച്ചത്. അതിന് കുറച്ചപ്പുറം വരെയുള്ള പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അതിനൊരു സാധ്യത ഒരുപക്ഷെ കുറവായിരിക്കാമെന്ന ധാരണയിലായിരിക്കാമല്ലോ അവർ തിരികെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെ ഇക്കാര്യത്തിലൊക്കെ, അതായത് പുതിയ രീതിയിൽ ഓരോ ദുരന്ത സാധ്യതാ പ്രദേശങ്ങൾ ഐഡന്റിഫൈ ചെയ്യുകയും അത് സംബന്ധിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശം അതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നോ?
കൃഷിര ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഈ മണ്ണ് വിണ്ട് കീറിയതിന് പിന്നാലെ മാത്രമാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായിട്ട് ഇവർക്ക് നോട്ടീസ് നൽകുകയും അതുപോലെ തന്നെ ഇവിടുന്ന് മാറി താമസിക്കണം, ക്യാമ്പുകളിലേക്ക് മാറണം എന്നുള്ളത് പറഞ്ഞിരുന്നത്. അതിനു മുമ്പ് ഇത് ഏതെങ്കിലും ഒരു അപകട സാഹചര്യ മേഖല ആണ് എന്ന് കണ്ടെത്തിയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ആളുകൾക്ക് ഭയമുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആളുകൾക്ക് ഭയം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു മണ്ണിടിച്ചിലുണ്ടായാൽ അത് ഈ തോതിലെത്തുമെന്ന് അല്ലെങ്കിൽ ഇത്രത്തോളം ആ തോതിലേക്ക് വരും എന്നാരും കരുതിയിരുന്നില്ല. ഈ നമ്മൾ അല്പസമയം മുമ്പ് ഈ ബിജുവിന്റെ അനിയന്റെ ഭാര്യ അവർ സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞിരുന്നു, അതായത് മണ്ണിടിയുമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു, അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഈ വീടിനടുത്തേക്കൊന്നും മണ്ണെത്തില്ല എന്നായിരുന്നു കരുതിയിരുന്നത്. അത് ആ പ്രതീക്ഷകളെയൊക്കെ തെറ്റിച്ചുകൊണ്ടുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ ഇവിടെ ഒരു അപകട സാഹചര്യം ഉണ്ടാകുമെന്ന് നേരത്തെ മുൻകൂട്ടി പ്രവചിച്ചിരുന്ന ഒരു സ്ഥലമല്ല. ഈ മണ്ണ് വിണ്ട് കീറിയതിന് പിന്നാലെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊന്ന് മാറി താമസിക്കാൻ പറഞ്ഞു. അത് സാധാരണ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള നോട്ടീസ് നൽകൽ മാത്രമാണ് ഉണ്ടായത്. പിന്നെ ആളുകൾ സ്വമേധയാ ഇവിടുന്ന് മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് മുന്നേ ഇത്തരത്തിൽ മണ്ണെടുത്ത് വെച്ചിരിക്കുന്ന ഒരു പ്രദേശത്ത്, അതും 30 അടിയിൽ കൂടുതൽ മണ്ണെടുത്ത് വെച്ചിരിക്കുന്ന സ്ഥലത്ത്, റിട്ടേണിംഗ് വാൾ ഇല്ലാത്ത സ്ഥലത്ത് മഴ പെയ്താൽ മണ്ണിടിയുമെന്നുള്ളൊരു സാമാന്യ ബോധം ആളുകൾക്ക് ഉണ്ടാവേണ്ടതാണ്, ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകേണ്ടതാണ്. അതുണ്ടായില്ല. അത് മുൻകൂട്ടി കണക്കാക്കി ഇവിടെ കൈക്കൊള്ളേണ്ട നടപടികളൊന്നും സ്വീകരിച്ചിരുന്നുമില്ല. ഒരു റിട്ടേണിംഗ് വാൾ ഉൾപ്പെടെ വേണമായിരുന്നു, അതുണ്ടായില്ല. അതിനപ്പുറത്തേക്ക് ഈ മഴക്കാല സമയത്ത്, മഴക്കാലം കഴിഞ്ഞതിന് ശേഷമൊക്കെ ഈ മണ്ണിടിയാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴയുടെ തോത് അത് ഓരോ മണിക്കൂറിലും വലിയ തോതിലാണ് ആ മഴ പെയ്തിരുന്നത്. അത്തരത്തിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രദേശത്തെ ആളുകളെയൊക്കെ മുൻകൂട്ടി മാറ്റുന്നതിനുള്ള, അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ നേരത്തെ സ്വീകരിക്കേണ്ടതാണ്. അതിനൊരു കാലതാമസം നേരിട്ടു എന്നുള്ളത് വസ്തുതയാണ്. ഇവർ ഉണ്ടായിരുന്ന ആളുകൾ ഈ വിണ്ട് കീറിയതിനു ശേഷം ഇവരൊരു നടപടിക്രമത്തിന്റെ ഭാഗമായി ഒരു ആശങ്കയുടെ പേരിൽ മാത്രം ഇവിടെ നിന്ന് മാറിയതാണ്. ഈ മണ്ണ് ഇങ്ങനെ വീഴും എന്നുള്ളൊരു ധാരണയും കണക്കൂട്ടലും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. എന്തായാലും നിലവിൽ ഈ മണ്ണ് വീണ്ടും കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഇങ്ങനെ ഇടിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ദേശീയപാത നിർമ്മാണത്തിന്റെ ഇടുക്കിയിലെ 2ാം റീച്ച് ആണ് ഇപ്പോൾ ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ, അതുപോലെ തന്നെ ചില പരാതികൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം അതിന് വാളറ മുതൽ ഇരുമ്പുപാലം ആ ഭാഗം തൊട്ട് മുകളിലേക്ക് മൂന്നാർ ഭാഗത്തേക്കാണ് നിർമ്മാണ പ്രവർത്തികൾ ദ്രുതഗതിയിൽ നടക്കുകയായിരുന്നു. ഈ മഴക്കാലം തുടങ്ങിയ സമയത്തൊക്കെ നമ്മൾ നിരന്തരം വാർത്ത ചെയ്തിരുന്ന കാര്യമാണ് ഈ വാളറ ഭാഗത്ത് മണ്ണിടിഞ്ഞു ഗതാഗതം തടസ്സപ്പെട്ടു, മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അതൊക്കെ ഈ മുൻപില്ലാത്ത വിധത്തിലായിരുന്നു. നേരത്തെ ഈ ദേശീയപാത നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും വിധത്തിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള സ്ഥലങ്ങളല്ല, അതായത് തുടർച്ചയായിട്ട് മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള സ്ഥലമല്ല. ഇതിനു മുമ്പ് ഇതിന് തൊട്ടടുത്ത് സമീപ പ്രദേശത്ത് ഒരു ഉരുൾ പൊട്ടിയിട്ടുണ്ട്. ദേവിയാർ കോളനിയിൽ ഉരുൾ പൊട്ടിയ ആളുകൾ മരിക്കുന്ന സംഭവം വരെ ഉണ്ടായിട്ടുള്ളതാണ്. അത് ഇതിന് തൊട്ടടുത്താണ്. അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുൾപ്പെടെ മുൻകൂട്ടി കണക്കാക്കിക്കൊണ്ട് വേണമായിരുന്നു ഈ മണ്ണെടുത്ത് മാറ്റാൻ എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ വളറ വരെയുള്ള ഭാഗത്ത് മണ്ണിടിയുന്ന സാഹചര്യം ഈ ദേശീയപാത നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപുണ്ടായിരുന്നില്ല. നേരത്തെയൊക്കെ മരം ഒടിഞ്ഞു വീഴുന്ന ഒരു പ്രതിസന്ധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അല്ലാത്ത പക്ഷം വേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ദേശീയപാത നിർമ്മാണം തുടങ്ങിയതിന് ശേഷം നിരന്തരം മണ്ണിടിയുകയാണ്. കാരണം ഈ പ്രദേശങ്ങളിലൊക്കെ മണ്ണെടുത്ത് മാറ്റിയിരിക്കുന്നതെല്ലാം ഈ ഇടിയാൻ പാകത്തിനാണ്. അതായത് ഒരു 45 ഡിഗ്രി ഒരു ചെരിവുണ്ട് എങ്കിൽ ആ മണ്ണ് ഒരു തരത്തിലും ഇടിഞ്ഞ് കുത്തനെ താഴേക്ക് പൊടുന്നനെ പതിക്കില്ല. ഏതെങ്കിലും വിധത്തിൽ ആ മണ്ണിന് അത് ഉൾക്കൊള്ളാൻ, മണ്ണെടുത്ത് മാറ്റിയത് അതിൻ്റെ താഴ്ഭാഗം ഉൾക്കൊള്ളാൻ കഴിയില്ല എങ്കിൽ ആ മണ്ണ് നേരിയ തോതിൽ ഊർന്നിരിക്കുക എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. പക്ഷേ ഇത് നേരെ കുത്തനെ എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ മണ്ണ് പെട്ടെന്ന് താഴേക്ക് പതിക്കുന്നു. അത് ഒരു പ്രദേശത്തെ പൂർണ്ണമായിട്ടും, അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഇതുപോലെ സമാനമായൊരു മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അത്തരത്തിലുള്ള മണ്ണിടിച്ചിലുകൾ ഈ മണ്ണ് കുത്തനെ എടുക്കുന്നത് മൂലം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആളുകൾ പറയുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ കാര്യം പറയുമ്പോൾ ഗ്യാപ്പ് റോഡിന്റെ കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകേണ്ടതാണ്. ഗ്യാപ്പ് റോഡിനും സമാനമായ രീതിയിൽ, അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുത്ത് മാറ്റിയതിൻ്റെ അപകടം പലപ്പോഴായിട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളതാണ്. ദേശീയപാത
നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയും വ്യാപകമായിട്ട് മണ്ണെടുത്ത് മാറ്റി, കല്ലുകൾ അശാസ്ത്രീയമായിട്ട് പൊട്ടിച്ചു മാറ്റി. നിരന്തരം ഈ അപകടമുണ്ടാകുന്ന മേഖലകളിലൊക്കെ ഈ അശാസ്ത്രീയതയാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ ഈ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കി പെട്ടെന്ന് ജോലി തീർത്തു പോവുക എന്നുള്ള വിധത്തിലായിരിക്കും ഈ നിർമ്മാണ കമ്പനികൾ ശ്രമിക്കുക. അതിൻ്റെ പരിണതഫലം അനുഭവിക്കേണ്ടി വരുന്നത് അവിടെയുള്ള ആളുകളായിരിക്കും, അവിടെയുള്ള ജനങ്ങളായിരിക്കും. എന്തായാലും ഇവിടെയും അത് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. രാഹുൽ, തുടരുക. അവിടെ എനിക്ക് തോന്നുന്നു നമുക്ക് ലഭിക്കാത്ത ദൃശ്യങ്ങൾ തുടക്കത്തിലുള്ള ചില ദൃശ്യങ്ങൾ അവിടെ പ്രദേശവാസികളുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് എത്തിച്ചു തരിക. അതുകൊണ്ട് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ അലൻ കഴിഞ്ഞ രാത്രി മുഴുവൻ പ്രദേശവാസി കൂടിയാണ്, നമ്മുടെ പ്രാദേശിക പ്രതിനിധിയാണ്. രാത്രി മുഴുവൻ രക്ഷാപ്രവർത്തനവും റിപ്പോർട്ടിങ്ങും ദൃശ്യങ്ങളൊക്കെ ആദ്യമേ തന്നെ നമുക്ക് എത്തിച്ചു തരുന്നതിലൊക്കെ അലൻ ചെയ്യുന്ന ആ കർമ്മം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. ഇപ്പോഴും അലൻ സജീവമായി ഇവിടെ നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സന്ധ്യയുടെ പിതാവ് നമ്മളോട് സംസാരിച്ചിരുന്നു അല്പസമയം മുമ്പ്. എന്താണ് പിതാവ് സംസാരിച്ചത് നമുക്കൊന്നുകൂടി കേൾക്കാം. സംഭവം ഞാൻ ഇന്ന് രാത്രി ഒരു 10 മണിയോട് കൂടി അറിയുന്നു. കാര്യമൊന്നും പറഞ്ഞില്ല, ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ഇവിടെ വന്നപ്പോൾ ഒരു 12 മണിയായിട്ടുണ്ട്. ഈ തടിപ്പണിക്കാണ് പോകുന്നത്. സന്ധ്യ ഇവിടെ അടിമാലിൽ മിൽക്ക് സൊസൈറ്റിയിൽ ഒരു വർഷമായിട്ട് പോകും. മകള് പഠിക്കുക കോട്ടയത്ത് നേഴ്സിംഗ്. കുട്ടി മകളറിഞ്ഞില്ല. ഇവിടെ ഇതിനു മുമ്പ് ഇവിടെ ഒരു അപകടം ഉണ്ടായില്ല. ഇതിൻ്റെ അപ്പുറം കുറേ ഭാഗത്ത് മാറി ഇടിഞ്ഞ് ഉരുളൊക്കെ പൊട്ടി കെട്ടിടങ്ങളൊക്കെ പോയായിരുന്നു. സന്ധ്യയുടെ പിതാവും പറയുന്നത് അത് തന്നെയാണ്. ആ പ്രദേശത്ത്, അതായത് ബിജുവിൻ്റെയും സന്ധ്യയുടെയും വീടിരുന്ന ഭാഗത്ത് ഇതുവരെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും തന്നെ ആ ഒരു പ്രതീക്ഷയിലായിരുന്നിരിക്കാം. പക്ഷേ കാലാകാലങ്ങളിൽ ഈ ദുരന്ത സാധ്യതാ മേഖലകൾ പുനർനിർണ്ണയിക്കേണ്ട കാര്യമുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം അറിയില്ല. രാഹുൽ വിജയൻ തുടരുകയാണ്. രാഹുൽ, തുടരാം. കൃഷ്ണ, പ്രദേശവാസിയായിട്ടുള്ള സുനിൽ എന്ന് പറയുന്ന ആള്, സുൽഫി എന്ന് പറയുന്ന ആൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഇത് വലിയ ഒരു ഭയാനകമായ ദൃശ്യമാണ്. നമ്മൾ ഇന്നലെ രാത്രിയിൽ കണ്ടപ്പോൾ ഇത്രയും ഭയാനകത ഈ ദൃശ്യങ്ങളിലൊന്നും പ്രകടമായിരുന്നില്ല. ഇതിപ്പോൾ ഭയങ്കര പേടിയാവുന്നുണ്ട്. രാത്രി നമുക്ക് വെട്ടമില്ലാത്തതുകൊണ്ടേ നമുക്കങ്ങനെ ഒരു ദൃശ്യം വെളിവാവില്ലല്ലോ. ഞങ്ങൾ 2-3 ദിവസമായിട്ട് നിരന്തരം കാണുന്നൊരു ദൃശ്യം അത്. ഞങ്ങളിത് ഭയപ്പെട്ട് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ തന്നെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ ഇവിടെ നിന്നുള്ള ജനങ്ങൾ കയറി ഈ മുകളിലെ പറമ്പിൽ, ഈ മണ്ണിടിഞ്ഞ് വന്ന പറമ്പിൽ ചെല്ലുമ്പോഴാണ് ഒരു തൂമ്പ കൈയോളം അകന്ന രീതിയിലാണ് മുകളിലെ മണ്ണിരുന്നത്. ആ മണ്ണെടുത്ത് മാറ്റുന്നതിനുള്ളൊരു പണികളും ഇന്നലെ അവർ ചെയ്തിട്ടില്ല. അവർ ചെയ്യാതിരുന്നത് കൊണ്ട് അവരുടെ കുറച്ച് സ്റ്റാഫുകളുടെ ജീവനും അതിൻ്റെ അകത്ത് ഒഴിവായി കിട്ടിയെന്ന് പറയാം. എന്താണേലും ഒരു ശാസ്ത്രീയമായ രീതിയിലല്ല അവർ മണ്ണെടുക്കുന്നത്. നിസ്സാരമായ ഒരു കട്ടിങ്, ഈ നിൽക്കുന്ന കട്ടിങ്ങിൻ്റെ ആ ഒരു വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പോകുന്ന വഴിക്ക്. ഇവർ മണ്ണെടുത്തതിന് ശേഷമാണ് ഇത് 200-220 അടിയോളം ഹൈറ്റിന് മണ്ണ് ഇവരെടുത്ത് മാറ്റി. ആ മണ്ണെടുത്ത് മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പായിട്ട് അല്ലെങ്കിൽ 2 ലെയർ 3 ലെയറൊക്കെ ആയിട്ടെടുത്ത് മാറ്റുവാണെങ്കിൽ ആ മണ്ണിടിയിലായിരുന്നു. പിന്നെ ഇവർ വേറെ വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കർ പോലുള്ള സാധനങ്ങൾ വെച്ച് പാറ പൊട്ടിക്കുന്നു. അങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോൾ മട്ടിമണ്ണിൻ്റെ മുകളിലിരിക്കുന്ന മണ്ണ്, ചുവന്ന മണ്ണ് നിലനിൽക്കുമല്ലോ, അത് ഊർന്നിറങ്ങിപ്പോരും. ഫില്ലിംഗ് സൈഡിൽ മാത്രമല്ലാതെ കട്ടിംഗ് സൈഡിലും റിട്ടേണിംഗ് വാളൊക്കെ നിർമ്മിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പ്രശ്നം ഇത്ര രൂക്ഷമാകില്ലായിരുന്നല്ലേ? റിട്ടേണിംഗ് വാൾ അവർ നമുക്കിപ്പോൾ വളരെ മുതൽ മൂന്നാർ പോകുന്ന ഭാഗം വരെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 അടി അല്ലെങ്കിൽ 6 അടി, അതിൽ കൂടുതൽ അവർ ഒരിടത്തും റിട്ടേണിംഗ് വാൾ തീർക്കുന്നില്ല. എന്നാൽ അവരെടുക്കുന്ന മണ്ണോ 15, 20, 30 അടി ഹൈറ്റിനാണ് മണ്ണെടുക്കുന്നത്. ഇപ്പോൾ സമാനമായിട്ട് ഈ പോകുന്ന പ്രദേശത്ത് തന്നെ കുമ്മൻപാറ അവിടെ ഒരു ഭാഗത്ത് ഇതുപോലെ തന്നെ മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ജനങ്ങളോടൊരു മര്യാദയില്ലാത്ത രീതിയിലാണ് അവരുടെ വർക്കുകളെല്ലാം നടക്കുന്നത്. അവരുടേതായ തോന്നിവാസമാണ് ഈ മേഖലകളിൽ മൊത്തം നടക്കുന്നത്. നേരത്തെ ഈ മഴ പെയ്യുമ്പോഴൊക്കെയായിരുന്നു ആശങ്ക. ഇതിപ്പോൾ മഴ ഉള്ള സമയത്തല്ല ഈ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. അപ്പം മഴ മാറിയാൽ വീടുകളിലേക്ക് തിരിച്ചു വരാമെന്ന് കരുതിയിരുന്ന ആളുകളൊക്കെ ഒരുപാട് പേര് കാണും. ഇപ്പം ഈ മഴയില്ലാത്ത സമയത്ത് ഇത്തരത്തിലൊരു മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്ന ആളുകൾ എന്ത് ധൈര്യത്തിൽ ഇനി തിരിച്ച് വീടുകളിലേക്ക് വരും? ഒരു കാരണവശാലും വീടുകളിലേക്ക് ഇനി ഒരാൾക്കും വന്ന് താമസിക്കാൻ കഴിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടിഞ്ഞതിൻ്റെ ബാക്കി ഭാഗം ഇനിയും അതുപോലെ തന്നെ വിള്ളൽ വീണ് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ആ മണ്ണും ഇതുപോലെ തന്നെ വരുമല്ലേ. ഉള്ള വീടുകളും കൂടെ കൂടി ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് കാണാമല്ലോ, ഇപ്പം നിങ്ങളുടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ കാണുന്ന ഈ പ്രദേശത്തെ വീട് ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ 4 വീടുണ്ടായിരുന്നു. ഈ 4 വീടുകളും ഇനി ബാക്കി അപ്പുറ സൈഡിൽ കിടക്കുന്ന വീടുകളെല്ലാം ഇതല്ലേ അവസ്ഥ. ഒരു മുകളിൽ കാണിച്ചു വെച്ചേക്കുന്നു. പിന്നെ മുകളിൽ ഒരു 3-4 കുടുംബക്കാർ താമസിക്കുന്നുണ്ട്. അവരുടെ വീടിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഇപ്പം നിലവിൽ നേരത്തെ ഒന്നും ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആ മുകളിൽ കാണുന്ന മരങ്ങളൊന്നും കാണാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇനി അതിൻ്റെ മുകളിലേക്ക് മതിയായ മലയാണ്.
അങ്ങനെ തന്നെയാണ് ഈ പ്രദേശവാസിയായിട്ടുള്ള സുൽഫി പറയുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നേരത്തെ മഴ പെയ്തതിന് ശേഷമാണ് ആശങ്കയുണ്ടായിരുന്നത്. കാരണം മഴ പെയ്യുമ്പോൾ മണ്ണിടിയുമോ എന്നുള്ള ആശങ്കയാണ് ആളുകൾക്കുണ്ടായിരുന്നത്. അങ്ങനെ വരുമ്പോൾ സുരക്ഷിത സ്ഥാനത്തേക്കൊക്കെ മാറുന്ന ആളുകളുണ്ടായിരുന്നു. അതിനുശേഷം മഴ മാറി കഴിയുമ്പോൾ തിരികെ വീടുകളിലേക്ക് മടങ്ങാമായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. ഇന്നലെ ഉണ്ടായ അപകടം അങ്ങനെയല്ല. മഴയുടെ പിന്നാലെ ഉണ്ടായ മണ്ണിടിച്ചിലല്ല. ഇത് നിർമ്മാണത്തിലെ അപാകത കൊണ്ട് അല്ലെങ്കിൽ മണ്ണെടുത്തു മാറ്റിയതിലെ അശാസ്ത്രീയത കൊണ്ട് ഉണ്ടായ മണ്ണിടിച്ചിലാണ്. അത് മഴ പെയ്തത് കൊണ്ടല്ല, അത് വീണ്ടും ഇടിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ധൈര്യത്തിൽ, ഒരു മനസ്സമാധാനത്തിൽ ഇവിടെ നിന്ന് മാറിയ ആളുകൾക്ക് ഈ വീടുകളിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയാണ് അവർ പറയുകയും ചെയ്യുന്നത്. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണുന്നതിനപ്പുറത്തേക്കാണ് ഈ പ്രദേശത്തിൻ്റെ ഒരു ഭീകരത എന്നുള്ളത് ആണ്. കാരണം നമ്മൾ ഇതിൻ്റെ ഒരു വലിപ്പം, ഈ മണ്ണിടിച്ചിലിൻ്റെ ഒരു തീവ്രത എത്രത്തോളമാണെന്ന് ചേട്ടാ, ഞങ്ങളൊക്കെ ഇന്നലെ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ, ഈ രാത്രിയിൽ കാണുമ്പോൾ ഇതിന്റെ തീവ്രത ഞങ്ങൾക്ക് ഇത്ര അറിയില്ലായിരുന്നു. ഇത്രയും വലിയൊരു മണ്ണിടിച്ചിലാണെന്നുള്ളത്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഈ നാട്ടുകാരെന്നുള്ള നമ്മളൊക്കെ ചെറുപ്പം മുതലേ ഞങ്ങളെല്ലാം കളിച്ചു കൊള്ളുന്ന നാടാണ് ഇതെല്ലാം. അപ്പം അതിനകത്ത് ഞങ്ങൾക്ക് ഒത്തിരി വിഷമവും ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടത്. ഇതിപ്പോൾ എന്താ പറയാന്ന് പറഞ്ഞാൽ ശരിക്കും ദുഃഖം കാര്യങ്ങളുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് ഒത്തിരി ഉണ്ടത്. പക്ഷെ ഇതുപോലെ ഇങ്ങനെ ഒരു നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ അതൊക്കെ ആയിട്ടൊരിത് ഒരു പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ചേട്ടാ, ഈ ഇവിടെയാണോ താമസിക്കുന്നത്? എവിടെ ഈ സമീപപ്രദേശത്താണോ? അല്ല, ഇച്ചിരി മാറിയ. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ പരാതികളൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഈ മണ്ണെടുക്കരുന്ന് മുമ്പേ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീട്ടുകാർ. അല്ല, ഇത് മണ്ണ് നിൽക്കത്തില്ല, അത് താഴെ ഇറങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ്. ഇത് അന്വേഷിച്ചിട്ട് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷേ ഇവർ കേട്ടില്ലല്ലോ, അതാ പറ്റിയത്. പിന്നെ രാത്രി ഇന്നലെ മിനിയാന്ന് രാത്രി കംപ്ലീറ്റ് പണിയെടുക്കുമായിരുന്നു. ഞാനിവിടെ താമസിക്കുന്നത്. എപ്പോഴും ഒച്ച കേൾക്കുമായിരുന്നു. അതങ്ങ് പോന്നെ. എന്താ ചെയ്യാം? ഇന്നലെ മെമ്പർമാർ വന്നിട്ടൊക്കെ ഞങ്ങൾ കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ, നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടില്ലായിരുന്നെങ്കിൽ സംഗതി എല്ലാം പോയാണ്. നിർബന്ധിച്ച് അവർ കൊണ്ടുപോയി ഞങ്ങളെ. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ രക്ഷപ്പെട്ടത്. 22 വീട്ടുകാരെ അവിടുന്ന് അവർക്ക് കൊണ്ടുപോയത്, വണ്ടിയൊക്കെ ഏർപ്പാട് ചെയ്ത്. ഞങ്ങൾ പോയിട്ട് അതിന് 1 മണിക്കൂറായില്ല സംഭവം പോയി. പിന്നെ ഈ വീട്ടുകാരനെ അതിൻ്റെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയും കൂടി കയറിയ, അവൻ്റെ തറവാട് അപ്പുറമായിരുന്നു. കഞ്ഞി കുടിക്കാൻ വേണ്ടി കൂടെ വന്നു. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ഞങ്ങളാകെ 2 പേരുള്ളൂ. 3 പെൺമക്കൾ അവർക്ക് കെട്ടിച്ചു വിട്ടു. പിന്നെ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഞങ്ങൾ അവരുടെ കൂടെ വണ്ടി കയറിപ്പോയി. അതെ, ഈ വീട്ടുകാർ ഇവർ തറവാട്ടനപ്പുറ. ഉണ്ടായിരുന്നല്ലോ, ആ വീട്ടിലുള്ള ആളുകളൊക്കെ അവരും ക്യാമ്പിലേക്ക് അങ്ങോട്ടേക്ക് എല്ലാം അങ്ങോട്ട് പോയി. ഇവ മാത്രം അവൻ്റെ തറവാട്ടിൽ നിന്ന് കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറി വന്ന അവർ അടിയിലാപ്പി. എൻ്റെ പേര് അബു എന്ന് പറയുന്ന ചേട്ടനാണ് നമ്മളോടിപ്പോൾ പ്രതികരിച്ച പ്രദേശവാസിയാണ്. അവരൊക്കെ പറയുന്നത് അവരുടെ ആശങ്ക, അല്ലെങ്കിൽ ഇന്നലെ ഈ തലനാരിഴയ്ക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ വിവരണമാണ് അദ്ദേഹം നൽകുകയും ചെയ്തത്. കാരണം 1 മണിക്കൂർ മുമ്പ്, ഈ അപകടം ഉണ്ടാകുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പാണ് അവർ ക്യാമ്പിലേക്ക് മാറുന്നത്. അതും പഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ വന്ന് നിർബന്ധിച്ച് ഇവിടെ നിന്ന് മാറ്റിയതുകൊണ്ടാണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്തുള്ള ആളുകൾ മാറിയതുകൊണ്ട് വലിയ അപകടത്തിൻ്റെ തീവ്രത കുറഞ്ഞു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ മണ്ണിടിയുന്നതുമായി ബന്ധപ്പെട്ട് ഈ മണ്ണെടുത്ത് മാറ്റിയിരിക്കുന്ന ഈ സ്ഥലത്തെ ആ റോഡിന് മുകളിലുള്ള സ്ഥലത്തെ ആളുകൾ അത് പരാതി നൽകിയിരുന്നു. ഈ മണ്ണെടുക്കുന്നത് അശാസ്ത്രീയമായിട്ടാണ് എന്ന തരത്തിലുള്ള പരാതികളൊക്കെ നൽകിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മണ്ണെടുത്ത് മാറ്റുന്നത് കൃത്യമായ രീതിയിലായിരിക്കണം എന്നുള്ളത് പലപ്പോഴായിട്ട് ഈ നിർമ്മാണ കമ്പനിയെ അറിയിച്ചിരുന്നു. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ അവർ തയ്യാറായില്ല. അവരവരുടെ തോന്നും വിധം മണ്ണെടുത്ത് മാറ്റുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ പെട്ടെന്ന് പണി തീർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇവിടുത്തെ ഒരു മണ്ണിൻ്റെ ഘടന, അല്ലെങ്കിൽ മൺതിട്ടയുടെ ഹൈറ്റ്, അതൊക്കെ പരിഗണിച്ച് വേണം ഈ മണ്ണ് ഏത് വിധത്തിൽ ഇവിടെ നിന്ന് നീക്കം ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. പക്ഷേ
ഇവിടെ അങ്ങനത്തെ ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സാമാന്യമായിട്ടുള്ള രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തികൾ അല്ല നടത്തിയിരിക്കുന്നത്. കാരണം ഇത്രയും ഹൈറ്റ് വരുന്ന ഒരു 30 അടിക്ക് മുകളിൽ ഹൈറ്റ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു 20 അടിക്ക് മുകളിൽ ഹൈറ്റ് മൺതിട്ടയ്ക്ക് കട്ടിംഗ് സൈഡിനുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് ഒന്നെങ്കിൽ 45 ഡിഗ്രി സ്ലോപ്പ് അത് നിർബന്ധമാണ്. അല്ല എങ്കിൽ അത് പല ലെയറുകളായിട്ട് കട്ട് ചെയ്ത് മുകളിലേക്ക് ഉയർത്തണം. കാരണം ആ ലെയറിനും ഏകദേശം 5 അല്ലെങ്കിൽ 6 അടി അത്രത്തോളം അകലമിട്ടതിന് ശേഷം മാത്രം അടുത്ത ലെയർ തുടങ്ങണം. അങ്ങനെ പലതരത്തിലുള്ള നിബന്ധനകൾ വെച്ചുകൊണ്ടുള്ള മണ്ണെടുപ്പായിരിക്കണം ഇവിടെ നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എത്രയും പെട്ടെന്ന് പണി തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണോ എന്നറിയില്ല. എന്നാൽ ഈ മണ്ണെടുത്ത് മാറ്റിയതിൻ്റെ, ഈ അപകടകരമായി മണ്ണെടുത്ത് മാറ്റിയതിൻ്റെ അതേ രീതിയിൽ തന്നെ, അതേ വേഗതയിൽ തന്നെ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായോ എന്നുള്ളത് ഒരു സംശയമാണ്. എന്തിനു വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു അപകടം വിളിച്ചു വരുത്തുന്നതിന് വേണ്ടി മണ്ണെടുത്ത് മാറ്റിയതുപോലെ തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതിപ്പോൾ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. 6 വീടുകൾ ആ മണ്ണിനടിയിൽ അകപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഇതൊക്കെ വിളിച്ചു വരുത്തിയതാണ്. ഈ അശാസ്ത്രീയ നിർമ്മാണം കൊണ്ട് ഇത് ഉണ്ടായതാണ് എന്ന്, ഈ മണ്ണിടിച്ചിൽ ഉണ്ടായതാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു റിട്ടേണിംഗ് വാൾ ഉൾപ്പെടെ ഈ മണ്ണെടുത്ത് മാറ്റിയത് ഈ മഴ തുടങ്ങുന്നതിന് മുൻപുള്ള സമയത്താണ്. റിട്ടേണിംഗ് വാൾ നിർമ്മിക്കുന്നതിന് ഉൾപ്പെടെയുള്ള സമയങ്ങൾ ഇവർക്ക് കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവർ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ കാണുന്ന ഈ കട്ടിംഗ് സൈഡിനോട് ചേർന്ന് ഏകദേശം ഒരു 6 അടി ഹൈറ്റുള്ള കോൺക്രീറ്റ് പാളികൾ അടുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ കോൺക്രീറ്റ് പാളികൾ അടുക്കി വെച്ചതുകൊണ്ട് മാത്രം ഈ മണ്ണിടിച്ചിലിനെ തടയാൻ കഴിയില്ല എന്നുള്ളത് കാണുമ്പോൾ തന്നെ, പ്രത്യക്ഷത്തിൽ തന്നെ ആളുകൾക്ക് മനസ്സിലാകുന്നതാണ്. അതൊക്കെ ഇല്ലാതെയാണ്, അല്ലെങ്കിൽ അതൊക്കെ ആളുകളുടെ വെറും പരാതികൾ മാത്രമായിട്ട് പുച്ഛിച്ച് കളഞ്ഞതുകൊണ്ടാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത്, ഇത്തരമൊരു മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനപ്പുറത്ത് ദേവിയാർ കോളനിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടലുണ്ടായി. ഉരുൾപൊട്ടലുണ്ടായി, അപകടമുണ്ടാവുകയും ആളുകൾ മരിക്കുകയും ചെയ്ത സംഭവങ്ങളൊക്കെയുണ്ട്. അത്തരമൊരു പ്രദേശം കൂടിയാണ്. ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയാണ്. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന തരത്തിലുള്ള മണ്ണിൻ്റെ ഘടനയുള്ള പ്രദേശമാണ്. അവിടെയൊക്കെ മണ്ണെടുത്ത് മാറ്റുന്നതിന് പാലിക്കേണ്ട സാമാന്യമായിട്ടുള്ള മര്യാദയും രീതിയുമല്ല ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഈ പകൽ വെളിച്ചത്തിൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകരിലേക്ക് ഈ ദൃശ്യങ്ങൾ എത്തുമ്പോൾ പ്രേക്ഷകർക്കും മനസ്സിലാകും എന്നുള്ളതാണ് ഞാൻ കരുതുകയും ചെയ്യുന്നത്. ഇന്നലെ രാത്രിയിൽ നമ്മളൊരു പ്രദേശത്തെ മാത്രം, അല്ലെങ്കിൽ ആ വീടിനെ ചുറ്റിപ്പറ്റി മാത്രമാണ്, ആ വീടിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ മാത്രമേ നമുക്ക് വെളിച്ചമുണ്ടായിരുന്നുള്ളൂ. അവിടെ മാത്രമേ നമുക്ക് ഇതെന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അവിടെ രക്ഷാപ്രവർത്തനത്തെ മാത്രമാണ് നമുക്ക് കാണിക്കാൻ കഴിഞ്ഞിരുന്നത്. ഈ മണ്ണിടിച്ചിലിൻ്റെ ഒരു ഭീകരത, ഇതിൻ്റെ ഒരു തീവ്രത അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. മണ്ണിടിഞ്ഞു എന്നുള്ളത് മനസ്സിലായിരുന്നു, പക്ഷേ ഇത്രത്തോളം കണ്ട് ഭീകരമായിട്ടാണ് മണ്ണിടിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ക്രിസ്റ്റീന. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.